1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ നാവിക താവളമായ കറാച്ചി ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന നിർണായക നീക്കം നമ്മുടെ നാവികസേനയുടെ അതിശക്തമായ പോരാട്ട വീര്യം ലോകത്തിനു മുൻപിൽ തെളിയിച്ച ആ ചരിത്ര വിജയം ഓർമ്മിക്കുവാനും രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമാണ് നമ്മൾ ഈ ദിവസം നാവിക ദിനമായി ഓർക്കുന്നത്. നമ്മുടെ നാവികസേനയ്ക്ക് വളരെ പഴക്കമുള്ള ചരിത്രമുണ്ട്. 1612 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈസ്റ്റ് ഇന്ത്യ മറൈൻ ആയിട്ടാണ് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് ഇതിനെ റോയൽ ഇന്ത്യൻ നേവി എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം 1950 ജനുവരി 26 ഇന്ത്യൻ നേവി എന്ന് ഔദ്യോഗികമായി അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനകളിൽ ഒന്നാണ് നമ്മുടേത്. ഇന്ത്യൻ നാവികസേന രാജ്യരക്ഷയ്ക്കായി നിരവധി സുപ്രധാന ഓപ്പറേഷനുകൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞ 1971 യുദ്ധത്തിലെ ഓപ്പറേഷൻ ട്രൈഡന്റ് ആണ്. ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ 4 കപ്പലുകൾ മുക്കി 100 കണക്കിന് സൈനികരെ വധിച്ചു. കൂടാതെ 1961 ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കുവാൻ നടത്തിയ ഓപ്പറേഷൻ വിജയ്, 2004 സുനാമി ദുരിതാശ്വാസ പ്രവർത്തനമായ ഓപ്പറേഷൻ മദദ് എന്നിവയും എടുത്തു പറയേണ്ടവയാണ്. നമ്മുടെ നേവി മുൻപന്തിയിൽ നിന്നു. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ നേവി ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാനായി കടലിന്റെ ആഴങ്ങളിൽ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്ന നമ്മുടെ നാവികരുടെ ദൗത്യവും സമർപ്പണവും ഒരിക്കലും മറക്കരുത്. അവരുടെ കഠിനാധ്വാനമാണ് നമ്മുടെ സമുദ്ര അതിർത്തികൾ സുരക്ഷിതമായി നിലനിർത്തുന്നത്.